everyone, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നമ്മൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസ് ചെയ്യും. ഈ വീഡിയോയിൽ ഫോർ ലേണിംഗ് പർപ്പസ്. നാളത്തെ അനാലിസിസ് ആണ് നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോവാം. ഞാൻ ഇതിനകത്ത് കൊടുക്കുന്ന ലെവൽസ് എല്ലാവരും സേഫ്ലി ട്രേഡ് ചെയ്യുക, നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. ഓക്കെ, സോ നമ്മൾ നിഫ്റ്റി അനാലിസിസ് കിടക്കാം. നിഫ്റ്റി ഇന്ന് നമ്മൾ ആസ് യൂഷ്വൽ ഇന്നലെ പറഞ്ഞായിരുന്നു. ഇന്നലെ ഞാൻ നിങ്ങൾക്ക് 2 സോൺ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ നിഫ്റ്റി ഇന്ന് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ താഴേക്ക് വന്നു, അവിടെ നിന്ന് ബൗൺസായി. നമ്മുടെ കയ്യിൽ ഇന്നലെ 2 ലെവൽ, ഇന്നലെ ഞാൻ 2 ബോക്സിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഈ ഗ്രീൻ, ദെൻ മുകളിലെ ഒരു റെഡ് സോൺ. സോ ഓപ്പണിങ്ങിന് അവിടെ തന്നെ ആയിരുന്നു. സോ മോസ്റ്റ് പ്രോബബ്ലി ഫുൾ ചാൻസസ് ഉണ്ടായി ട്രാപ്പ് ചെയ്യാൻ. ദറ്റ് മീൻസ് ഇവിടുന്ന് അവർ പൊക്കും പ്രൈസ്. കാരണം ഈ ഗ്രീൻ ബോക്സ് നല്ല ബൈങ് സോൺ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ ഞാനൊരു ലെവൽ കൂടി നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു നമ്മുടെ ഈ ഇവിടുത്തെ ഈ ഒരു ക്യാൻഡിലിൻ്റെ പിക്കിൻ്റെ ലോ അതുകൂടി ബൈങ് സോൺ തന്നെ. കാരണം ഇവിടുന്ന് പ്രൈസ് താഴേക്ക് വന്നു, സഡൻ അടിച്ച് മുകളിൽ കയറ്റി കൊണ്ടുവരും. സോ കണ്ടോ, ഫുൾ ഇഷ്ടംപോലെ സപ്പോർട്ട്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിഫ്റ്റിയിൽ അങ്ങനെ അത്ര വലിയ ബിയറിഷ് ഉണ്ടായില്ല ഞാൻ ഇന്നലെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മോസ്റ്റ്ലി നിഫ്റ്റി ചിലപ്പോൾ ഇവിടെ താഴെ വന്നാലും ഇഷ്ടംപോലെ സപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ വീണ്ടും തിരിച്ചടിച്ച് കയറി പോകും. അത് ഇത്ര വലിയ കയറുമൊന്നും ഞാനും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ അടിച്ച് കയറ്റി പോകുന്നു. പിന്നെ അവരുടെ ലെവൽ വേറെ ലെവലാണല്ലോ. സോ പിന്നെ എന്തായി എന്ന് അവർ മുകളിലേക്ക് കൊണ്ടുപോയി കുറച്ച് സസ്റ്റെയിൻ ചെയ്ത് വീണ്ടും താഴേക്ക് കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് വേറെ താഴെ വന്നപ്പോൾ വേറെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ അത് നിങ്ങൾക്ക് കൊടുത്തില്ല എന്നുള്ളൂ. ഈ ഒരു ബോക്സ് ഇതും ആക്ച്വലി ഇത് ഒരു നമ്മുടെ ഇത് തന്നെ ഓർഡർ ബ്ലോക്ക് തന്നെ ആയിരുന്നുള്ളൂ. ഈ ഒരു താഴത്തെ ഈ സോൺ അത് ഞാൻ നമ്മുടെ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ട വീഡിയോയിൽ ഞാൻ ഇന്ന് മോർണിംഗ് ആണ് അത് ഞാൻ കമൻറ്റ് ചെയ്തായിരുന്നു. അതിൽ കമൻറ്റ് ചെയ്തായിരുന്നു വെച്ചാൽ കമൻറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞായിരുന്നു ഇന്ന് അത് ഒരു ബോക്സ് ബൈങ് സോൺ തന്നെയാണ്. ആ ഒരു ബോക്സ് ഗ്രീൻ ബോക്സ് ആണ്. അത് റീസൺ എന്തായിരുന്നു, നമ്മുടെ ആദ്യം ഇവിടെ ഒരു ഹൈ അടിച്ചു, ദെൻ ലോ അടിച്ചു, ദെൻ ഇവിടെയും ചേഞ്ച് ഓഫ് ക്യാരക്ടറായി. ഓക്കെ, സോ അതിൻ്റെ ഈ ഇവിടുത്തെ ഈ ഒരു റെഡ് ക്യാൻഡിൽ അതാണ് ആ ഓർഡർ ബ്ലോക്ക് ആയിരുന്നുള്ളൂ. ഓക്കെ, അതാണ് പ്രൈസ് ഇവിടെ സസ്റ്റെയിനായി പിന്നെയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് താഴെ സപ്പോർട്ട്. ദാറ്റ് മീൻസ് ഓവറോൾ ഹൈ ലെവൽ ട്രാപ്പിംഗ് ആയിരുന്നു. അത് പറയാനുള്ളൂ എനിക്ക്, ഹൈ ലെവൽ ട്രാപ്പിംഗ് ആയിരുന്നു. ബട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ സ്പെഷ്യലി പറഞ്ഞായിരുന്നു, നമ്മുടെ എപ്പോഴാണ് വീക്ക് ആവുക 25,850. കാരണം യെസ്റ്റർഡേ അല്ല, ഡേ ബിഫോർ യെസ്റ്റർഡേ ആണ് അത് ഇവിടെ ഒരു ഡബിൾ ബോട്ടം അടിച്ചായിരുന്നല്ലോ. സോ ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ ഫർദർ ഫോൾ നോക്കുള്ളൂ, വീക്ക് ആവുള്ളൂ. ഓക്കെ, അത് ഞാൻ എടുത്തു പറഞ്ഞായിരുന്നു. നിങ്ങൾ നോക്കുക വീഡിയോ ഒന്നുകൂടി പ്ലേ ചെയ്ത് നോക്കുക കേട്ടോ. സോ അത് കഴിഞ്ഞിട്ട് ഇന്ന് ഇവിടെ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് കയറി. പിന്നെ നമ്മുടെ താഴത്തെ ഈ നമ്മുടെ നമ്മുടെ ഈ ചാനലിൽ താഴത്തെ ഈ സപ്പോർട്ട് ലൈൻ ഉണ്ടല്ലോ, അത് ഇവിടെ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, പെർഫെക്റ്റ്ലി ഇവിടെ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ അങ്ങ് അടിച്ച് കയറ്റി. നേരത്തെ ഇവിടെ റെസ്പെക്ട് ചെയ്തിട്ടാണ് താഴേക്ക് കൊണ്ടുവന്നു, പിന്നെ വീണ്ടും മുകളിലേക്ക് കൊണ്ടുപോയി, പിന്നെ റെസ്പെക്ട് ചെയ്തു ആ റെസിസ്റ്റൻസ്. അപ്പം അങ്ങനെ നമ്മൾ ഈ ചാനലൊക്കെ വരച്ച് വെക്കണം. ഇനി ആ ചാനലിൻ്റെ പരിപാടി കഴിഞ്ഞു. ബട്ട് അപ്പുറത്ത് മുകളിലെ ആ റെസിസ്റ്റൻസ് ലൈൻ സ്റ്റിലുണ്ട്. ഓക്കെ, സോ നാളെ ഇനി പറയാനുള്ളത് എനിക്ക് ഇനി ഈ വിക്ക് കഴിഞ്ഞു. ഇതിൻ്റെ ഇപ്പോൾ ഇതും ബോക്സ് ഇതും മാറിപ്പോയി. കാരണം ഇവർ യൂസ് ചെയ്തല്ലോ ഒരു ഓർഡർ ബ്ലോക്ക് ഒരു പ്രാവശ്യം ഇവർ യൂസ് ചെയ്യുള്ളൂ. അതിനകത്ത് ഓർഡർ ബ്ലോക്ക് എന്ന ഉദ്ദേശം എന്താണെന്നറിയാമോ? ഓർഡർ ബ്ലോക്ക് മീൻസ് ഇവിടെ ഓർഡർ കിടപ്പുണ്ടാവും, ബാലൻസ് ഓർഡർ കിടപ്പുണ്ടാവും. സോ പ്രൈസ് താഴേക്ക് വന്നാൽ മനസ്സിലായോ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ? മനസ്സിലായോ? ഇവിടെ ഓർഡർ ഇനി കിടപ്പിട്ടുണ്ടാവും. പിന്നെ പ്രൈസ് മുകളിൽ പോയിട്ട് താഴെ ആ ഓർഡർ ബ്ലോക്കിലേക്ക് വരുവാണെങ്കിൽ വീണ്ടും ബൈങ് വരാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. ഓക്കെ, സോ ഇനി ഈ ഒരു ഹൈ അടിച്ചല്ലോ, അതിൻ്റെ ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടറായി. ഇതിൻ്റെ ഓർഡർ ബ്ലോക്കാണ് നമ്മുടെ നെക്സ്റ്റ് വരുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഓർഡർ ബ്ലോക്ക് വരുന്നത് നമ്മുടെ ഏതാണ്? ഇത് ഇവിടെ. ഓക്കെ, ഇത് 25,920 ഏരിയ ഇവിടെ തന്നെയാണ് നമ്മുടെ ഏത് സപ്പോർട്ട്, നമ്മുടെ മറ്റേ സപ്പോർട്ടാണ്. ഓക്കെ, അത് കറക്റ്റാക്കി എടുക്കുക 920. ഓക്കെ, പിന്നെ താഴെ ഒരു ലെവൽ നമ്മുടെ ഇത് 25,885. അതുകൂടി നന്നായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു സപ്പോർട്ടായിട്ട് കേട്ടോ. നിഫ്റ്റിക്ക് സപ്പോർട്ട് ഇഷ്ടംപോലെ ഉണ്ട്, ഇല്ലാഞ്ഞിട്ടൊന്നുമില്ല. ഫർദർ ഫോൾ എപ്പോഴാണ് വരിക ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ 25,850 ബ്രേക്ക് ആയാൽ മാത്രമേ നമ്മൾ ബിയറിഷ് വരുള്ളൂ. ഇനി നാളെ എനിക്ക് തോന്നുന്നു ഇനി ഓവറോൾ ഇപ്പോൾ ഇനി ഈ ചാനലിലാണോ നിഫ്റ്റി കുറച്ച് ഉണ്ടാവുള്ളൂ കുറച്ച് ദിവസം. നാളെ ഇതിൻ്റെ അബവ് 26,060
ഈ റെഡ് ലൈൻ 26,060 ഇതിൻ്റെ അബവ് ഓപ്പണിംഗ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഫർദർ ബുള്ളിഷ് ആവുകയുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇവിടെ റെസിസ്റ്റൻസ് പിന്നെ താഴേക്ക് വരും, പിന്നെ ഇവിടുന്ന് വീണ്ടും ബൗൺസ്, ഓർ ഇവിടെ ഓപ്പണിംഗ് ഇവിടെ ആണെങ്കിൽ പിന്നെ വീണ്ടും ബൗൺസ് ഉള്ള ചാൻസസ്. സോ സൂക്ഷിച്ച് വേണം ട്രേഡ് ചെയ്യാൻ. സ്കാൽപ്പ് മാത്രമേ ചെയ്യാവുള്ളൂ. ഞാൻ ഇന്ന് സ്കാൽപ്പ് ചെയ്തു, കോസ്റ്റ് ആയിരിക്കും ഞാൻ, കാരണം എൻ്റെ ടാർഗറ്റ് അടിച്ചിട്ടുണ്ടായില്ല. പിന്നെ ലാസ്റ്റിലാണ് ഒരു ചെറിയ സ്കാൽപ്പ് ചെയ്തു, അതിലാണ് ആകെ കുറച്ച് പോയിൻറ്റ്സ് എനിക്ക് കിട്ടിയത്. സോ നമ്മൾ കെയർഫുൾ ആവുക, കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യണം കേട്ടോ. നാളെ ഇനി ഓപ്പണിംഗ് നോക്കിയിട്ട് ഫർദർ ട്രേഡ് എടുക്കാം. വേറെ ഇതിനകത്ത് ഒന്നും പ്രത്യേകിച്ചൊന്നും ഈ നിഫ്റ്റിയിൽ ഇല്ല. കോഷൻ സോണാണ് നിഫ്റ്റിയിൽ. നമ്മൾ കണ്ണടച്ചിട്ട് ചുമ്മാ അങ്ങനെ ട്രേഡ് എടുക്കരുത് കേട്ടോ. കാരണം ഭയങ്കര ഡേഞ്ചറസ് സോണിനാണ് നിഫ്റ്റി. എപ്പോഴും വേണമെങ്കിൽ ഒരു താഴേക്ക് റിജക്ഷൻ വരിക, എപ്പോഴും വരുമെന്ന് നമുക്ക് പറയാനില്ല. കാരണം ബിയേഴ്സ് ആക്ച്വലി എല്ലാവരും ബിയേഴ്സ് ആയതുകൊണ്ടാണ് ഈ ഷോർട്ട് കവറിങ്ങിന് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മളെല്ലാവർക്കും അറിയാം ഈ ഒരു റേഞ്ച് 26,000 ആ റേഞ്ച് നല്ലൊരു റേഞ്ചാണ്. അവിടെ നിന്ന് സെൽ ഓഫ് വരും. അതുകൊണ്ടാണ് അവർ ക്വാണ്ടിറ്റി ഇട്ടുകൊണ്ടിരിക്കുന്നത്, അവർ ബൈങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ചുകൊണ്ടിരിക്കുക. മാർക്കറ്റിക്ക് അവർക്ക് എന്താ വേണ്ടത്? ഓപ്പറേറ്റേഴ്സ്ക്ക് അവർക്ക് വേണ്ടത് നമ്മുടെ ഫണ്ടാണ്, നമ്മുടെ SLs ആണ്. സോ നമ്മുടെ ഈ ടോപ്പിൽ എല്ലാവരും SL വെച്ചിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ആരെങ്കിലും ഫ്രഷ് ഷോട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാം, ഓപ്പറേറ്റേഴ്സ് അറിയാമല്ലോ ഇവരുടെ SL ഇവിടെ ഇരിക്കുകയാണ്. കൂടുതൽ 26,000 എന്തോ റൈറ്റിംഗ് ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടായിരുന്നു. 26,000 നല്ലൊരു റൈറ്റിംഗ് ഉണ്ടായിരുന്നു. ഇതിന് ഒക്കെ അടിച്ചു പോയി. അതാണ് ട്രാപ്പിംഗ്. മാർക്കറ്റ് കൂടുതൽ SLs എവിടെ ഇരിക്കുമായിരിക്കും ആ സൈഡിലേക്ക് പോകും. ഓക്കെ, ഇനി നമ്മുടെ ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കാം. വീഡിയോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും കൂടി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്നുകൂടി മോട്ടിവേറ്റ് ചെയ്യുക, എൻ്റെ കൂടെ നിൽക്കുക, എൻ്റെ ചാനൽ ഗ്രോ ചെയ്യാൻ എല്ലാവരും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, സോ നമ്മുടെ ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കാം. ബാങ്ക് നിഫ്റ്റി കണ്ടോ, നമ്മുടെ ഈ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ, ഞാനതുകൊണ്ടാണ് പറയാറുള്ളത് എപ്പോഴും നമ്മുടെ ഈ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ, റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ നമ്മുടെ ചാർട്ടിൽ എപ്പോഴും വേണം. നമ്മുടെ ഈ ഒരു കണ്ടോ താഴേക്ക് വന്നു, അവർ ആ പ്രൈസിന് തന്നെ പ്രൈസ് കിട്ടിയ തന്നെ അവർ പ്രൈസ് നോക്കി. റീസൺ ഇവിടെ ഒരു ടച്ച് ചെയ്യാൻ പോലും സമ്മതിച്ചില്ല. അവർക്കറിയായിരുന്നു ഇവിടെ വന്ന ബൈങ് തന്നെയാണ്. അവർക്ക് ഓപ്പറേറ്റേഴ്സ് അല്ലേ, അവർക്കൊക്കെ എല്ലാം അറിയാം. അവർ കുറച്ച് പോയിൻറ്റ്സ് ഇവിടേക്ക് ശരിക്കും കുറച്ചുകൂടി പോയിൻറ്റ് താഴേക്ക് വരേണ്ടതായിരുന്നു. അവർ 50 പോയിൻറ്റ് മുകളിൽ നിന്ന് തന്നെ പൊക്കിയാണ്. പിന്നെ ബാക്കി ബാങ്ക് നിഫ്റ്റിയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഫുൾ സൈഡ് വേസ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ. ഒന്നും ബാങ്ക് നിഫ്റ്റിയിൽ നടക്കുന്നില്ല. ബാങ്ക് നിഫ്റ്റി ഇതിൻ്റെ അബവ് 54,200 അബവ് മാത്രമേ കുറച്ചുകൂടി ബുളിഷ് ആവുള്ളൂ. ബാങ്ക് നിഫ്റ്റി സ്ട്രക്ചർ ബാങ്ക് നിഫ്റ്റിയിൽ വലിയ വീക്കൊന്നും ഇല്ല. ഓവറോൾ നിഫ്റ്റിനേക്കാളും ബുളിഷാണെന്ന് ഞാൻ പറയുള്ളൂ. ബാങ്ക് നിഫ്റ്റി സ്ട്രക്ചർ അതന്നെ കുറച്ചുകൂടി ബെറ്റർ ആണ് ബാങ്ക് നിഫ്റ്റി. ഇന്ന് ആക്ച്വലി നോക്കുവാണെങ്കിൽ ഐ തിങ്ക് ഓപ്പൺ ഇസിക്വൽ ടു ഹൈ ആണ്. സോ ഓപ്പൺ ഇസിക്വൽ ടു ലോ ആണ് ഐ തിങ്ക്. അല്ല ചെറിയൊരു വീക്ക് ഉണ്ട്. എന്നാലും സ്ട്രെങ്ത് നല്ലൊരു സ്ട്രെങ്താണ് ബാങ്ക് നിഫ്റ്റിയിൽ. കണ്ടോ, നല്ല സ്ട്രെങ്ത്താണ് ബാങ്ക് നിഫ്റ്റിയിൽ കാണുന്നത്. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റിയിൽ ബാക്കി നമ്മുടെ ഇത് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി. ഇനി നാളെ ഇതിൻ്റെ അബവ് പോയാൽ ഈ ഒരു സോൺ സെല്ലിംഗ് സോൺ തന്നെയാണ്. 54,400 to 500 സെല്ലിംഗ് സോണാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനലിൻ്റെ ഈ ഒരു വരുന്ന ചാനലിൻ്റെ അപ്പർ ട്രെൻഡ് ലൈൻ സിങ്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അവിടെ നിന്നൊരു സെല്ലിംഗ് പ്രഷൻ ജനറേറ്റ് ചെയ്യും. ഇതിൻ്റെ അബവ് പോയാൽ സസ്റ്റെയിൻ ആയാൽ ദെൻ നെക്സ്റ്റ് ബ്രേക്ക് ഔട്ട് കിട്ടുമല്ലോ നമുക്ക്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ 100 പോയിൻറ്റ്സ് ട്രെയിൽ ചെയ്തുകൊണ്ടിരിക്കുക ബാങ്ക് നിഫ്റ്റി. നോക്കി ട്രേഡ് ചെയ്യുക എല്ലാവരും കൂടി. വേറെ ഫ്രഷ് ലെവൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കമൻറ്റ് ചെയ്യാറുണ്ട്. എല്ലാവരും കൂടി ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഫ്രഷ് ലെവൽസ് നമുക്ക് ലൈവ് മാർക്കറ്റിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്.